Rockerz 255 ആണ് നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് അൺബോക്സ് ചെയ്യുന്ന ഒരു നെക്ക് ബാൻഡ് എന്ന് പറയുന്നത്. അതിനുശേഷം പ്രോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ 255 പ്രോ പ്ലസ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് Rockerz 255 മാക്സും വന്നിട്ടുണ്ട്. ഇതിനകത്ത് ആക്ച്വലി പ്രോ മാത്രമാണ് നമ്മുടെ ചാനലിൽ അൺബോക്സ് ചെയ്തത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 255ഉം ഈ ഒരു 55 പ്രോയും തമ്മിൽ വലിയ ഡിഫറൻസ് ഒന്നുമില്ല, ചെറിയ കളേഴ്സിന്റെ വ്യത്യാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ നോക്കിയപ്പോൾ. അതുകൊണ്ടാണ് അത് വാങ്ങിക്കാണ്ടിരുന്നത്. എന്നാൽ പ്രോ പ്ലസ് ഇപ്പോൾ ഫിസിക്കലി ആണെങ്കിലും പ്ലേ ടൈം ഒക്കെ കുറച്ച് കൂടുതലായിരുന്നു, സോ അതും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഒരു Rockerz 255 മാക്സും ആ ഒരു കാരണത്താലാണ് വാങ്ങിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ഒരു വീഡിയോ പൂർണ്ണമായും കാണുവാണെങ്കിൽ ഞാനിത് ആക്ച്വലി 1399 വാങ്ങിച്ചത്. 1500 രൂപയ്ക്കുള്ളിൽ നമ്മളൊരു നെക്ക് ബാൻഡ് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഒരു മാക്സ് വാങ്ങിച്ചാൽ വർത്ത് ബൈങ് ആകുമോ, അതായത് 255 മാക്സ് വാങ്ങിച്ചാൽ വർത്ത് ബൈങ് ആകുമോ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ പ്രൊഡക്റ്റിന്റെ സവിശേഷതകൾ മനസ്സിലാകുന്നുണ്ട്. എന്തായാലും വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോടെ ജസ്റ്റ് ഷെയർ ചെയ്ത് ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ 255 മാക്സ്. ആക്ച്വലി ഒരു പേര് പോലെ തന്നെ കമ്പാർട്ട്മെന്റ്സ് ഒക്കെ അത്യാവശ്യം നല്ല വലിയ സൈസോട് കൂടിയിട്ടാണ്, ഒരു മാക്സ് സൈസോട് കൂടിയാണ് വന്നിരിക്കുന്നത്. പൊതുവെ നമ്മളിപ്പോൾ 255 ആണെങ്കിലും 55 പ്രോ ആണെങ്കിലും 55 പ്രോ പ്ലസ് ആണെങ്കിലും എല്ലാം തന്നെ സെയിം ഒരു ഡിസൈൻ ആണ്, സെയിം ഒരു ഷേപ്പ് ആണ്, ഒരു തിൻ ആയിട്ടുള്ള ഒരു കമ്പാർട്ട്മെന്റ് ആണ്. എന്നാൽ ഇവിടേക്ക് വന്നപ്പോഴത്തേക്ക് കുറച്ച് ബൾക്ക് ആണ്, എന്നാൽ പോലും ഭയങ്കര വൃത്തിയിടുന്നില്ല, നല്ല രസമുണ്ട്. പ്രത്യേകിച്ച് ആ ഒരു പാറ്റേൺസ് ഒക്കെ നല്ല രസമുണ്ട് കാണാനായിട്ട്. ഏറ്റവും മുകളിലായിട്ട് കാണാൻ സാധിക്കുന്ന ഒരു സോഫ്റ്റ് സിലിക്കൺ മെറ്റീരിയൽ കൊണ്ട് നിർമ്മിച്ചിരുന്ന ഒരു ഭാഗമാണ്. അതിന്റെ അടിയിൽ ആക്ച്വലി റോഡ് ഉണ്ട് കേട്ടോ, അതിൽ വേറെ സംശയമില്ല. എന്തായാലും ഈ ഒരു സോഫ്റ്റ് സിലിക്കൺ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നമ്മുടെ കഴുത്തിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ വലിയ ഇറിറ്റേഷൻസ് ഉണ്ടാവാനായിട്ട് ചാൻസ് വളരെ കുറവാണ്. ഇനി വലതുവശത്തെ കമ്പാർട്ട്മെന്റിൽ നോക്കുകയാണെങ്കിൽ ഇവിടെയാണ് ആക്ച്വലി കൺട്രോൾ പാൻസ് എന്ന് പറയുന്നത്. ഏറ്റവും മുകളിലായിട്ട് ബോട്ട് ലോഗോ വെച്ചിട്ടൊരു MFB ഉണ്ട്, കൂടാതെ അടിയിലായിട്ട് പ്ലസ് ഓർ മൈനസ് ബട്ടൺ കാണാം. അതിനടിയിലായിട്ട് ഒരു LED ഇൻഡിക്കേറ്ററും സൈഡിലൊരു ടൈപ്പ് സി പോർട്ടും പിറകിലൊരു മൈക്ക് കാണാം, അതുപോലെ തന്നെ റൈറ്റ് എന്ന് ഇൻഡിക്കേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇനി ഇടത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെയാണ് ആക്ച്വലി ഈ ഒരു കമ്പാർട്ട്മെന്റ് ആണ് നമ്മുടെ ബാറ്ററി കമ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ഇനി താഴേക്ക് വരുമ്പോഴത്തേക്ക് ഇയർബഡുകളുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു വയേഴ്സ് പറയുകയാണെങ്കിൽ സെയിം നമ്മുടെ റിയൽമി അല്ലെങ്കിൽ ഡിസോയിലൊക്കെ ഉണ്ടാകുന്ന ഒരു പാറ്റേണിലുള്ള വയർ ഉണ്ടല്ലോ, അതേപോലത്തെയാണ് വയേഴ്സ്. എന്തായാലും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള കണക്ക് തന്നെ തൊട്ട് നോക്കുമ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ അത് കുറച്ച് കൂടുതൽ യൂസ് ചെയ്താലേ ആ ഒരു പക്ക നമുക്ക് പറയാനും പറ്റത്തുള്ളൂ കേട്ടോ. ഇനി ഇയർബഡുകളിലേക്ക് വരുവാണെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ളൊരു ഡിസൈൻ ആണ്. പൊതുവെ ഇവിടെ എടുത്ത് പറയേണ്ടത് 255 ആ ഒരു സീരീസിലുള്ള ഇതുവരെ ഉണ്ടായി അല്ലെങ്കിൽ കണ്ടിട്ടുള്ള ഒരു രീതിയിലുള്ളൊരു ഡിസൈൻ അല്ല. ഇവിടേക്ക് വന്നപ്പോഴത്തേക്ക് ഏറ്റവും പറകിലായിട്ട് ബോട്ടിന്റെ ലോഗോ ഉണ്ട്, അതുപോലെ തന്നെ 10mm ഡൈനാമിക് ഡ്രൈവേഴ്സോട് കൂടിയിട്ടാണ് ഈ രണ്ട് ഇയർബഡുകളും ലഭ്യമാകുന്നത്. ഇയർ ടിപ്പുകൾ എന്ന് പറയുന്നത് ആ ഒരു ഗ്രേ കളർ ആയതുകൊണ്ട് തന്നെ ബ്ലാക്ക് ആൻഡ് ഗ്രേ കോമ്പിനേഷൻ നല്ല രസമുണ്ട് കാണാനായിട്ട്. പിന്നെ ഇതിൽ എടുത്ത് പറയേണ്ട മറ്റൊരു സംഭവം ഉണ്ട്, ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. പൊതുവെ ബോട്ടിനെ സംബന്ധിച്ചുള്ള സ്പെഷ്യലാണ്, റിയൽമി ഡിസോയിലൊക്കെ നോക്കുകയാണെങ്കിൽ അത് സ്പെഷ്യൽ അല്ല. കാരണം വെച്ചാൽ നമ്മൾ ഈ ഇയർബഡുകൾ ഡിറ്റാച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഓൾറെഡി ഏത് ഡിവൈസിലാണോ കണക്ട് ചെയ്തിരിക്കുന്നത് അതിലേക്ക് ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് റീകണക്ട് ആകും. അതാണ് ഞാൻ പറഞ്ഞത്, റിയൽമി ഡിസോയിലൊക്കെ തന്നെ എല്ലാത്തിലും ഇതുണ്ട്, പക്ഷേ ബോട്ടിൽ പൊതുവെ ഇത് കാണാനല്ല. എന്നാലും ഉണ്ട്, ഓൾറെഡി നമ്മുടെ ചാനലിൽ പലതും എനിക്ക് തോന്നുന്നു ഒരെണ്ണം എന്തോ രണ്ടെണ്ണം ഉണ്ട് ഈ ഒരു സ്മാർട്ട് ബട്ടൺ ആണ് ഇവർ പറയുന്നത് കേട്ടോ. ആ ഒരു എന്തായാലും ടെക്നോളജി ഇതിനകത്തുണ്ട്. ഇനി ബാറ്ററി സൈഡിലേക്ക് വരുവാണെങ്കിൽ 260 mAh ബാറ്ററി കപ്പാസിറ്റിയോട് കൂടിയിട്ടാണ് ഈ ഒരു നെക്ക് ബാൻഡ് കിട്ടുക. 260 mAh നിന്ന് അപ് ടു 60 hours ആണ് കമ്പനി അവകാശപ്പെടുന്ന ടോട്ടൽ പ്ലേ ടൈം. അത് നമ്മളൊരു 60% കേട്ടാൽ മാത്രം. കൂടാതെ 1 മണിക്കൂറാണ് 100% ഇത് ചാർജ് ആകാനായിട്ട്. ബോട്ട് ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം 5V2A, അതായത് 10 wattsന്റെ അഡാപ്റ്ററാണ് കമ്പനി റെക്കമെൻഡ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ ഒരു എന്താ പറയുക ഫാസ്റ്റ് ചാർജർ ആണെങ്കിൽ പോലും അതിനകത്ത് ഔട്ട്പുട്ട് 5V2A എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഉറപ്പായിട്ടും ഇതിൽ ചാർജ് ചെയ്യുന്നതിൽ വലിയ പ്രശ്നങ്ങളില്ല. പിന്നെ ടൈപ്പ് സി ആയതുകൊണ്ട് ആ ഒരു പെട്ടെന്ന് അടിച്ചു പോകാനായിട്ട് ചാൻസ് വളരെ കുറവാണ്. ഇതിന്റെ കൂടെ കിട്ടുന്ന വയർ വെച്ച് ചാർജ് ചെയ്യണം കേട്ടോ, അതാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. കൂടാതെ 10 മിനിറ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് ചാർജ് കഴിഞ്ഞാൽ എസാപ്പ് ചാർജിങ് ടെക്നോളജി ഉള്ളതുകൊണ്ട് തന്നെ 10 മണിക്കൂർ നമുക്ക് ടോട്ടൽ പ്ലേ ടൈം ഇതിന് ലഭ്യമാകുന്നതാണ്. എന്തായാലും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ബട്ടൺസ് ആണ്, ഭയങ്കര എന്താ പറയുക ഒരു ചീപ്പ് ക്വാളിറ്റി ഒന്നും അങ്ങോട്ട് ഫീൽ ചെയ്യുന്നില്ല. ഒരു ടാപ്പ് സൗണ്ട് കേൾക്കുന്നത് നല്ല രസമുണ്ട് കേൾക്കാനായിട്ട് കേട്ടോ. എന്തായാലും ബേസിക് ബട്ടൺ കൺട്രോൾസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ MFBയിൽ ജസ്റ്റ് ഒരു 1 ടാപ്പ് ചെയ്യുവാണെങ്കിൽ മ്യൂസിക് പ്ലേ ചെയ്യാനും പോസ് ചെയ്യാനും സാധിക്കും. കൂടാതെ കോൾ എടുക്കാനും കോൾ കട്ട് ചെയ്യാനും പറ്റും. ഇനി ഡബിൾ ടാപ്പ് ചെയ്യുവാണെങ്കിൽ ഇതിനകത്ത് 3 EQ മോഡ്സ് ഉണ്ട്. ഒന്ന് സിഗ്നേച്ചർ ആണ്, വീണ്ടും ഒന്നുകൂടി ഡബിൾ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ബാലൻസിലേക്ക് പോകും, വീണ്ടും ഒന്നുകൂടി ചെയ്യുകയാണെങ്കിൽ അത് പോപ്പ് മോഡിലേക്കും പോകും. കൂടാതെ ട്രിപ്പിൾ ടാപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ഇതിനകത്തുള്ള ആ ഒരു 60 ms ബീസ് മോഡ് അങ്ങോട്ട് ഓൺ ആകും, വീണ്ടും ഒന്നുകൂടി അങ്ങോട്ടാണ് നമ്മൾ ആ ഒരു ട്രിപ്പിൾ ടാപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ബീസ് മോഡ് ഓഫ് ആവും. ഇനി ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്യുമ്പോഴത്തേക്ക് വോയിസ് അസിസ്റ്റൻസ് അങ്ങോട്ട് വർക്ക്ഔട്ട് ആകുന്നതാണ്. കൂടാതെ വോളിയം ഡൗൺ ആൻഡ് അപ്പ് ബട്ടണിലേക്ക് വരുവാണെങ്കിൽ ജസ്റ്റ് അപ്പ് ബട്ടണിൽ നമ്മൾ ജസ്റ്റ് 1 ടാപ്പ് ചെയ്യുമ്പോഴത്തേക്ക് വോളിയം അപ്പ് ആവും, ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്യുവാണെങ്കിൽ നെക്സ്റ്റ് ട്രാക്കിലേക്ക് പോകും. ഇനി മൈനസ് ബട്ടണിൽ നമ്മൾ ജസ്റ്റ് 1 ടാപ്പ് ചെയ്യുവാണെങ്കിൽ വോളിയം ഡൗൺ ആവും, കൂടാതെ ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്യുമ്പോഴത്തേക്ക് അങ്ങോട്ട് പ്രീവിയസ് ട്രാക്കിലേക്ക് പോകുന്നതാണ്. ഇനി ആ ഒരു വെയറിംഗ് കംഫർട്ട് ഒക്കെ പറയുവാണെങ്കിൽ ഇത് വളരെ കംഫർട്ടബിൾ ആയിട്ട് എൻ്റെ ചെവിയിൽ അങ്ങോട്ട് ഇരിപ്പുണ്ട്. അതിലൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഓട്ടത്തിന് പോവോ അല്ലെങ്കിൽ ചാട്ടത്തിന് പോവോ എന്തിനു പോയാലും നമ്മളിതുപോലെ ചെവിയിൽ വെച്ചിട്ട് പോയാലും അങ്ങനെ ഊരിപ്പോകാനായിട്ട് ചാൻസസ് വളരെ കുറവാണ്. പിന്നെ അത്യാവശ്യം നല്ല രീതിക്ക് ആ ഒരു പാസീവ് നോയ്സ് ക്യാൻസലേഷൻ കിട്ടുന്നതുകൊണ്ട് തന്നെ ഒരു ക്രൗഡ് ആയിട്ടുള്ള പ്ലേസിൽ പോയിട്ട് പോലും നമ്മൾ പാട്ട് കേൾക്കുക, ഒരാളത്ത് മിണ്ടുക അല്ലെങ്കിൽ വീഡിയോസ് കാണുമ്പോഴത്തേക്കും വലിയ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഇതുവരെ ഞാൻ കുറച്ച് കൂടുതൽ നേരം ഇത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് എന്തായാലും ആ ഒരു ഇയർ പെയിനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങളെ ഉണ്ടായിട്ടില്ല കേട്ടോ.
ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബോട്ട് റോക്കേഴ്സ് 255 മാക്സിൽ നിന്നും ലഭ്യമാകുന്ന ആ ഒരു മൈക്ക് ക്വാളിറ്റിയാണ് ഇൻഡോറിനകത്ത്. ഞാൻ ആക്ച്വലി നോർമലിയാണ് സംസാരിക്കുന്നത്. ഇതിനകത്ത് ആക്ച്വലി നമുക്ക് കാണാൻ സാധിക്കുന്നത് ENX ടെക്നോളജി വിത്ത് മൈക്കാണ്. അതായത് നമുക്ക് എൻവയോൺമെന്റൽ നോയിസ് ക്യാൻസലേഷൻ ഉണ്ട്. സോ ഇതുപോലെ ആയിരിക്കും നിങ്ങളുടെ ഒരാൾ വിളിക്കുമ്പോഴത്തേക്ക് അവർക്ക് കേൾക്കാൻ പറ്റുന്ന ഒരു ഔട്ട്പുട്ട്. അതായത് ഞാനൊരു ഫോണിൽ നിന്ന് മറ്റൊരു ഫോണിലേക്ക് വിളിച്ചിട്ട് അതങ്ങോട്ട് റെക്കോർഡ് ചെയ്യാണ്. എന്താണ് നിങ്ങൾക്ക് തോന്നുക? ഇതൊരു കോളിംഗ് പർപ്പസിന് കൊള്ളാവോ? എന്തായാലും വീഡിയോ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഇനി ഇതിന്റെ മ്യൂസിക് ക്വാളിറ്റിയിലേക്ക് വരണമെങ്കിൽ ഇതിനകത്ത് ആക്ച്വലി നമുക്ക് 3 EQ മോഡ്സ് ഉണ്ട്. അതായത് സിഗ്നേച്ചർ, ബാലൻസ്ഡ്, പോപ്പ്. ഇതിനകത്ത് ആക്ച്വലി നമുക്ക് ആ ഒരു പോപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു വോക്കൽ ഡോമിനേറ്റഡ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ടാണ് കിട്ടുന്നത്. എന്നാൽ ബാലൻസ്ഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ബേസും ട്രെബിളും എല്ലാം തന്നെ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട്. എന്നാൽ ബോട്ടിന്റെ സിഗ്നേച്ചർ സൗണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല ബേസ് ഡോമിനേറ്റഡ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ടാണ് കിട്ടുന്നത്. അതായത് നിങ്ങൾ ഈ ഒരു നെക്ക് ബാൻഡ് മേടിക്കുവാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഇപ്പൊ നിങ്ങളൊരു ബാലൻസ്ഡ് ഔട്ട്പുട്ട് ആഗ്രഹിക്കുന്ന ഒരാളായിക്കോട്ടെ, അതല്ല വോക്കൽ ഡോമിനേറ്റഡ് ആയിട്ടുള്ള പാട്ടുകൾ, ഇപ്പൊ ക്ലാസിക് സോങ്ങുകളൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് അങ്ങനെയുള്ള ആണ് ഏറ്റവും കൂടുതലായിട്ട് ആഗ്രഹമുള്ള ആളായിക്കോട്ടെ. ഇനി അതല്ല നിങ്ങൾ ബേസ് ഭയങ്കര ഇടിയുള്ള പാട്ടുകൾ കേട്ടോട്ടെ, അങ്ങനെയുള്ള ഒരു പാട്ടുകളാണ് കേൾക്കാൻ ആഗ്രഹം. ഏതായാലും ഈ ഒരു നെക്ക് ബാൻഡ് വാങ്ങിക്കുന്നതിൽ വലിയ പ്രശ്നമാകത്തില്ല, ഡിസപ്പോയിന്റഡ് ആകത്തില്ല എന്നുള്ളൊരു വേറെ ഒരു സംശയം കേട്ടോ. മ്യൂസിക് ക്വാളിറ്റി പറയുവാണെങ്കിൽ നല്ല പെർഫെക്റ്റ് മ്യൂസിക് ക്വാളിറ്റിയാണ്. എനിക്ക് എടുത്ത് പറയാനുള്ളത് ഈ ഒരു 255 സീരീസിൽ ഏറ്റവും ബെറ്റർ ആ ഒരു മ്യൂസിക് ക്വാളിറ്റി എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിനകത്ത് കിട്ടിയിട്ടുണ്ട്. SBC AAC കൊടുക്കുള്ളത് തന്നെ നമ്മൾ 100% പാട്ടാൽ പോലും യാതൊരുവിധ ഡിസ്ട്രാക്ഷൻസും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. പിന്നെ ഇതിനകത്ത് ആക്ച്വലി നമ്മളൊരു 50% ഇട്ടാൽ പോലും അത്യാവശ്യം നല്ല എൻഹാൻസ്ഡ് ആണ്. സോ ആ ഒരു കാര്യത്തിൽ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു 50% കമ്പനി റെക്കമെൻഡ് ചെയ്യുന്ന 60% കേട്ടാലാണ് നമുക്ക് ആ ഒരു 60 മണിക്കൂർ കിട്ടുന്നതാണ്. അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും ഒരു എന്താ പറയുക, ഒരു 50 മണിക്കൂർ മിനിമം നമുക്കിത് കിട്ടുമെന്നുള്ളതിലും വേറൊരു സംശയമില്ല. മ്യൂസിക് ക്വാളിറ്റിയുടെ കാര്യത്തിൽ വീണ്ടും എനിക്ക് പറയാനുള്ളത്, ഒരിക്കലും നിങ്ങൾ ഡിസപ്പോയിന്റഡ് ആകാൻ പോകുന്നതല്ലേ. അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്, റിച്ച് ക്വാളിറ്റിയാണ്. ഇനി നമ്മുടെ ബോട്ട് ഹെഡ് ആപ്പ് വഴി എന്തൊക്കെയാണ് ഈ ഒരു നെക്ക് ബാൻഡ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ജസ്റ്റ് നോക്കാം. എന്തായാലും ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ഇതുപോലൊരു ഇന്റർഫേസ് ആണ് കാണാൻ പറ്റുന്നത്. കൂടാതെ ഇത് ഫസ്റ്റ് ടാബാണ്, ഹോം പേജ്. രണ്ടാമത് നോക്കുവാണെങ്കിൽ നമ്മുടെ നോയ്സ് ഒക്കെ ഉണ്ടല്ലോ, അതുപോലെ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് അങ്ങോട്ട് പോവുകയാണ് ചെയ്യുന്നത്. കൂടാതെ പ്രൊഫൈലിലേക്കും പോകും. എന്തായാലും നമുക്ക് ആവശ്യമുള്ളത് ഈ ഒരു ഹോം പേജിൽ വന്നിട്ട് ഒന്നാമതുണ്ട് കാണുന്നത് തന്നെ റോക്കേഴ്സ് 255 മാക്സ്. അതങ്ങോട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കണ്ട 77% ബാറ്ററി ഉണ്ടെന്നുണ്ട്. അതുപോലെ തന്നെ ബ്ലൂടൂത്ത് കണക്റ്റഡ് ആണെന്ന് കാണിക്കുന്നുണ്ട്. കൂടാതെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ സ്മാർട്ട് ഡയഗ്നോസ്റ്റിക്സ്. ഇത് വേറൊന്നുമല്ല, നമുക്കിത് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. അതായത് നമ്മളിപ്പോൾ ഒരാളിൽ നിന്ന് സെക്കൻഡ് ഹാൻഡ് ആണ് അല്ലെങ്കിൽ യൂസ്ഡ് ആണ് വാങ്ങിക്കുന്നത് വെച്ചോളൂ, ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മളിത് ഈ ഒരു സ്മാർട്ട് ഡയഗ്നോസ്റ്റിക്സ് കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അവിടെ കാണിക്കും, ഇല്ലെങ്കിൽ ഒന്നും വലിയ പ്രശ്നമില്ലെന്നും കാണിക്കും. കൂടാതെ ബട്ടൺ സെറ്റിങ്സ് നമുക്ക് ഇവിടെ നിന്നിട്ട് അങ്ങോട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഭയങ്കരമൊന്നുമല്ല, ആ ഒരു MFB മാത്രം കേട്ടോ. കൂടാതെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ അത് ഇവിടെ അങ്ങോട്ട് വരുന്നതാണ്. എന്തായാലും ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഒരു ബോട്ട് ആപ്പിൽ. പൊതുവേ ആപ്പുകൾ എന്താ പറയുക, ഈ ഒരു ഇയർബഡുകൾക്ക് അല്ലെങ്കിൽ നെക്ക് ബാൻഡുകൾക്ക് ഇല്ലാത്തതാണ്. സോ അവരുടെ ഒരു പരീക്ഷണം ആയിരിക്കാം ഈ ഒരു ബോട്ട് ഹെഡ് എന്ന് പറഞ്ഞ ഒരു ആപ്പ്. ബ്ലൂടൂത്ത് വേർഷൻ 5.3 അതുപോലെ തന്നെ ബ്ലൂടൂത്ത് റേഞ്ച് എന്ന് പറയുന്നത് 10 മീറ്റർ ആണ്. കൂടാതെ IPX5 ഒരു വാട്ടർ ആൻഡ് സെറ്റ് പ്രൊട്ടക്ഷൻ ഉണ്ട്. അത്യാവശ്യം ഡ്രസ്സിലെങ്കിലും അല്ലെങ്കിൽ വർക്കൗട്ട് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഉപയോഗിച്ചാൽ അങ്ങനെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. IPX5 എന്ന് പറയുമ്പോഴത്തേക്ക് ഹെവി റെയിനിൽ പോലും നമുക്ക് ഉപയോഗിക്കാം. എന്നാൽ വാട്ടർ ഡാമേജ് വന്നു കഴിഞ്ഞാൽ 1 വർഷം വാറണ്ടി ഉണ്ടെങ്കിൽ പോലും വാറണ്ടി ക്ലെയിം ചെയ്ത് കിട്ടത്തില്ല കേട്ടോ. ഇപ്പോൾ പിന്നെ എല്ലാ സർവീസ് സെന്റേഴ്സ് ഉണ്ട് നമുക്ക് എല്ലാ ജില്ലകളിലും. സോ അവിടെ കൊണ്ടുകൊടുത്തു കഴിഞ്ഞാൽ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അന്ന് തന്നെ കിട്ടും, അല്ലെങ്കിൽ ഉറപ്പായിട്ടും ഒരാഴ്ചക്കകത്ത് നമ്മുടെ വീട്ടിൽ പുതിയ പ്രോഡക്റ്റ് അങ്ങോട്ട് എത്തുന്നതാണ്. ഇനി നമ്മുടെ 60 ms ബീസ് മോഡ് PUBG പോലുള്ള ഗെയിമുകൾ കളിക്കുമ്പോഴത്തേക്ക് എന്തുമാത്രം അങ്ങോട്ട് ആക്യുറേറ്റ് ആണെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. എപ്പോഴും ഞാൻ ചെയ്യുന്ന പോലെ തന്നെ ഈ ഒരു ട്രിഗറിന് കൈയെടുക്കുമ്പോഴത്തേക്ക്, അതായത് ഫയർ ചെയ്തിട്ട് ട്രിഗറിന് കൈയെടുക്കുമ്പോഴത്തേക്ക് എന്തുമാത്രം ആ ഒരു സൗണ്ട് സസ്റ്റെയിൻ ചെയ്യുമെന്ന് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയേ. ഓട്ടോയിലിടുമ്പോഴത്തേക്ക് പൊതുവേ നമുക്ക് കാണുന്ന കണക്കാണ്. ഇപ്പം 60 ആയാലും 50 ആയാലൊക്കെ തന്നെ ഇതുപോലൊരു ചെറിയ ഡിലേ ഉണ്ടാവും. എന്നാൽ സിംഗിൾ ടാപ്പ് ചെയ്യുമ്പോഴത്തേക്ക് കണ്ടോ, വലിയ ഒരു ഡിലേ അങ്ങോട്ട് ഫീൽ ചെയ്യുന്നില്ല. എന്തായാലും 60 ms വലിയ കുഴപ്പമില്ലല്ലോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കളിക്കാൻ പറ്റുന്നുണ്ട്, അതിലൊന്നും വേറൊരു സംശയമില്ല. പിന്നെ പ്രോ പ്ലേയേഴ്സ് ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ അവർക്ക് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയൊരു ഡ്രോബാക്ക് ആയിട്ട് തോന്നും, കാരണം ചെറിയൊരു ഡിലേ ഒക്കെ ഫീൽ ചെയ്യും. എന്നാൽ നോർമൽ പ്ലേയേഴ്സിന് അത്യാവശ്യം നല്ല പെർഫെക്റ്റ് ആയിട്ട് ഈ ഒരു റോക്കേഴ്സ് 255 മാക്സ് വെച്ച് കളിക്കാൻ പറ്റുന്നുള്ളതിൽ വേറെ ഒരു സംശയമില്ല. എന്തായാലും ഇത്രയാണ് എനിക്ക് നിങ്ങളുടെ ഷെയർ ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ചിട്ട്. 1399 രൂപയ്ക്ക് ഇത് വാങ്ങിച്ചാൽ വർത്ത് ബൈങ് ആകോ ഇല്ലയോ എന്ന് നിങ്ങളോട് ചോദിക്കണമെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പറയും, നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ പ്ലേറ്റ്
ടൈം ആണ് പ്രയോറിറ്റി, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ കൂടുതൽ ട്രാവൽ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും ജസ്റ്റ് ഒരു 10 മിനിറ്റ് ചാർജ് ചെയ്തപ്പോഴും 10 മണിക്കൂർ കിട്ടുന്നുണ്ട്. സോ ആ ഒരു പ്ലേ ടൈം ആണ് പ്രയോറിറ്റി. അതുപോലെ തന്നെ ഗെയിമിംഗ് വേണം, കൂടാതെ ആ ഒരു മൈക്ക് ക്വാളിറ്റി നിങ്ങൾ കേട്ട് കഴിഞ്ഞല്ലോ അതുമൊക്കെ വേണം. അതുപോലെ ആ ഒരു ടെക്നിക്കൽ പരമായിട്ടുള്ള ലേറ്റസ്റ്റ് ടെക്നോളജീസും ഒക്കെ വേണമെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു പ്രോഡക്റ്റിലേക്ക് പോകുന്നതിൽ വേറെ ഒരു സംശയമില്ലെന്ന് ഞാൻ പറയത്തുള്ളൂ കേട്ടോ. ബിൽഡ് ക്വാളിറ്റി എവറിത്തിങ് ഓക്കെ ആണ്. ഞാൻ എന്തായാലും ഈ ഒരു പ്രോഡക്റ്റിൽ 1390 രൂപയ്ക്ക് സാറ്റിസ്ഫൈഡ് ആണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ റിയൽമി ബഡ്സ് വയർലെസ് 2 നിയോ ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഫാർ ബെറ്റർ ആണ് ഈ ഒരു 255 മാക്സ് എന്നുള്ളതിൽ വേറെ ഒരു സംശയമില്ല. എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ നമ്മുടെ റോക്കേഴ്സ് 255 മാക്സിനെ കുറിച്ചിട്ടുള്ള ഏകദേശം ധാരണ നിങ്ങൾക്ക് ലഭ്യമായി എന്ന് വിശ്വസിക്കുന്നു. കൂടാതെ നമ്മുടെ ചാനലിൽ അൺബോക്സ് ചെയ്ത ഈ ഒരു 255 പ്രോ മാക്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ഇൻസ്റ്റയിലുള്ള DeepZstore എന്ന് പറഞ്ഞാൽ അവിടെ 1390 രൂപയ്ക്കാണ് ഞാൻ വാങ്ങിച്ചത്. അതിനേക്കാളും കാശ് കുറച്ചിട്ട് അവിടെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. എന്തായാലും ഈ ഒരു വീഡിയോ ഉറപ്പായിട്ടും ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സുമായിട്ട് ജസ്റ്റ് ഷെയർ ചെയ്യുക. കൂടുതൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. ഇനി സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാൻ വരയ്ക്കും. ബൈ.